Good morning, all. Today we are going to see the resonance effect, and resonance structures. Last classes we have seen electron movement in organic reactions, and the electron displacement effects in the covalent bonds. And we saw there are two types of effects: temporary effect and permanent effect. In the permanent effect, we discussed about the inductive effect. There are many organic molecules whose behavior cannot be explained by a single Lewis structure. For example, in the case of benzene, benzene, we can write two types of structures. ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ ബെൻസീന്റെ സ്ട്രക്ചേഴ്സ് വരച്ച് പഠിച്ചതാണ്. ഒരു ഹെക്സഗണൽ റിംഗ്, ആ റിംഗിൽ ആൾട്ടർനേറ്റ് സിംഗിൾ ഡബിൾ ബോണ്ട്സ്. ഈ ആൾട്ടർനേറ്റ് സിംഗിൾ ഡബിൾ ബോണ്ട്സ് തന്നെ നമ്മൾ രണ്ട് രൂപത്തിൽ വരയ്ക്കാറുണ്ട്. അത് ആദ്യം വരയ്ക്കുന്ന ഒരു സ്ട്രക്ചറിൽ നമ്മൾ ഡബിൾ ബോണ്ടാണ് വരയ്ക്കുന്നതെങ്കിൽ തുടർന്ന് വരയ്ക്കുന്ന വേറൊരു സ്ട്രക്ചറിൽ നമ്മൾ ആ പൊസിഷൻ സിംഗിൾ ബോണ്ട് ആയിട്ട് വരയ്ക്കാറുണ്ട്. ഇങ്ങനെ ആൾട്ടർനേറ്റ് സിംഗിൾ ഡബിൾ ബോണ്ട്സ് തന്നെ നമ്മൾ പൊസിഷൻസ് മാറ്റി വരയ്ക്കാറുണ്ട്. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ cyclic structure containing alternating CC single bond and CC double bonds. As per this type of representation structure, benzene should exhibit two different bond lengths. One is a single bond length, and the one is a double bond length. Okay, but benzene having a single bond length, not a double or single. Benzene having a single type, a one type bond length, and its bond length is 139 picometer. All the 6 bonds are same, CC bonds are same. But according to the structure drawn, it is a single as well as a double bond length. But that having only one bond length, that is 139 picometer. What it indicates? It indicates that we cannot represent the structure of benzene with a single benzene structure. So what can be done? നമ്മൾ പറഞ്ഞു വന്നത് ബെൻസീൻ എന്ന് പറയുന്ന C6H6 എന്ന് പറയുന്ന മോളിക്യൂളിനെ നമ്മൾ ഒരു സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ it will be difficult to write the structure of benzene with a single structure. ഒരു സിംഗിൾ സ്ട്രക്ചർ കൊണ്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ കഴിയില്ല. അതിന്റെ കാരണമാണ് നമ്മൾ പറഞ്ഞത്, നമ്മൾ അത് ആൾട്ടർനേറ്റ് സിംഗിൾ ഡബിൾ ബോണ്ട്സ് ആയിട്ടാണ് വരയ്ക്കുക. അങ്ങനെ വരയ്ക്കുമ്പോൾ രണ്ട് കാർബണുകൾക്കിടയ്ക്ക് ഒന്നുകിൽ അതൊരു സിംഗിൾ ബോണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ അതൊരു ഡബിൾ ബോണ്ട് ആയിരിക്കും. അതൊരു സിംഗിൾ ബോണ്ട് ആണ് എങ്കിൽ അതിന്റെ ബോണ്ട് ലെങ്ത് 154 പൈക്കോമീറ്ററും, അതൊരു ഡബിൾ ബോണ്ട് ആണ് എങ്കിൽ അതിന്റെ ബോണ്ട് ലെങ്ത് 134 പൈക്കോമീറ്ററും ആയിരിക്കും. ആക്ച്വലി ബെൻസീനിൽ ഒറ്റ ബോണ്ട് ലെങ്തേ ഉള്ളൂ, അത് 139 പൈക്കോമീറ്റർ ആണ്. അപ്പൊ നമ്മൾ സാധാരണഗതിയിൽ എന്ത് സംഭവിക്കും? ഇതല്ല ബെൻസീന്റെ സ്ട്രക്ചർ എന്ന് നമുക്ക് മനസ്സിലാവും. അത് വരയ്ക്കാൻ 139 എന്ന് പറയുന്ന ഒരു ബോണ്ട് ലെങ്ത് ഉള്ള ഒരു ബോണ്ട്, ഒരു കോവാലന്റ് ബോണ്ട് വരയ്ക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ ബെൻസീൻ രണ്ട് സ്ട്രക്ചർ വരയ്ക്കും. ഓക്കെ, ബെൻസീന് വേണ്ടി നമ്മൾ രണ്ട് സ്ട്രക്ചർ വരയ്ക്കും. അതിൽ ഒരു സ്ട്രക്ചറിൽ നമ്മൾ അടുത്തടുത്ത രണ്ട് കാർബൺ ആറ്റങ്ങളുടെ ഇടയ്ക്ക് ഒരു ഡബിൾ ബോണ്ട് വരയ്ക്കുകയാണ് എങ്കിൽ അടുത്ത സ്ട്രക്ചറിൽ അതൊരു സിംഗിൾ ബോണ്ട് ആയിരിക്കും. അപ്പൊ ആ സ്ട്രക്ചറിലുള്ള ആൾട്ടർനേറ്റ് സിംഗിൾ ഡബിൾ ബോണ്ട്സ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സ്ട്രക്ചറിൽ ഒരു ഡബിൾ ബോണ്ടുള്ള പൊസിഷൻ, അടുത്ത സ്ട്രക്ചറിൽ അത് സിംഗിൾ ബോണ്ട് ആവും. ഒരു സ്ട്രക്ചറിൽ സിംഗിൾ ബോണ്ടുള്ള പൊസിഷൻ, അടുത്ത സ്ട്രക്ചറിൽ അത് ഡബിൾ ബോണ്ട് ആവും. So these type of organic molecules are there where we cannot draw a single structure for these type of molecules. All the behaviors cannot explain with a single structure. In such cases, we are using the resonance structures. അങ്ങനത്തെ കേസുകളിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? റെസണൻസ് സ്ട്രക്ചേഴ്സ് ഉപയോഗിക്കുന്നത്. So let us see what is a resonance structure. A single Lewis structure cannot explain all the properties of the molecule if it is not possible to explain all the properties. Hence, many Lewis structures are proposed for the same molecule to explain that properties. Okay, if you cannot explain all the properties with a single Lewis structure, you can write more than one structure. To explain the properties of that molecule. That phenomena is known as resonance. ആ ഫിനോമിനയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെസൊണൻസ് എന്ന് പറയുന്നത്. So resonance is the phenomena of writing more than one Lewis structure to explain all the properties of a molecule. I repeat, it is the phenomena of writing more than one Lewis structure to explain all the properties of a molecule. That is the definition for resonance. And the individual structures, the different Lewis structures are called resonance Lewis structure or the canonical forms. ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. റെസൊണൻസ് സ്ട്രക്ചർ എന്ന് ഉപയോഗിക്കാം, റെസൊണൻസ് ലൂയിസ് സ്ട്രക്ചർ എന്ന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കനാലിക്കൽ ഫോംസ് എന്ന് ഉപയോഗിക്കാം.
Okay, so the resonance Lewis structure or canonical form of contributing structure and the phenomena of drawing these resonance structures are known as resonance. ഇങ്ങനെ റെസണന്റ് സ്ട്രക്ചേഴ്സ് വരയ്ക്കുന്നത് അല്ലെങ്കിൽ ലൂയിസ് സ്ട്രക്ചേഴ്സ് വരയ്ക്കുന്നതിനെയാണ് നമ്മൾ റെസണൻസ് എന്ന് പറയുക. ഓക്കെ, സോ the resonance structures or canonical structures or the contributing structures are hypothetical and individually do not represent any real molecule. ഇത് വെറും ഒരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ആശയപരമായിട്ടുള്ള സൈദ്ധാന്തികമായിട്ടുള്ള ഒരു സ്ട്രക്ചർ മാത്രമാണ്. ഇത് ആ മോളിക്യൂളിനെ കറക്റ്റ് റെപ്രസെന്റ് ചെയ്യാവുന്ന സ്ട്രക്ചർ അല്ല. ശരിക്കും പറഞ്ഞാൽ അതിന്റെ ശരിക്കുള്ള സ്ട്രക്ചർ നമുക്ക് അറിയില്ല എന്നുള്ളതാണ് അർത്ഥം. കാരണം ഇപ്പം ബെൻസിന്റെ ഈ രണ്ട് സ്ട്രക്ചർ നമുക്ക് വരയ്ക്കാം. രണ്ട് സ്ട്രക്ചർ ഞാൻ നേരത്തെ പറഞ്ഞു. ബെൻസിന്റെ രണ്ട് സ്ട്രക്ചർ നമുക്ക് വരയ്ക്കാം. ഈ രണ്ട് സ്ട്രക്ചറും ബെൻസിന്റെ സ്ട്രക്ചർ അല്ല. These two structures are not the actual structures of benzene. The actual structure of benzene is between these two structures that we don't know or that we cannot draw. അതാണ് ഇതിന്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അതുകൊണ്ട് തന്നെ this is an hypothetical structure and these individually do not represent any real molecule, but we can use these structures for some purposes. If you want to explain some property, you can use a structure. If you want to explain some other property, you can use another structure like that. But individually, these do not contribute anything to that particular molecule. Okay. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞത് these are hypothetical structures. Then the difference in energy between the actual structure and the lowest resonance structure is called resonance stabilization energy or resonance energy. What is that? ഓരോ മോളിക്യൂളിനും ആക്ച്വലി ഒരു എനർജി കാണും. അത് ആ മോളിക്യൂളിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള എനർജി ആയിട്ട് നമുക്ക് കണക്കാക്കാം. Every molecule having its own energy in the ground state, and that is the stable form and the energy of that stable molecule. അത് അതിന്റെ സ്റ്റേബിൾ ഫോമിലുള്ള എനർജിയാണ്. അതിന്റെ ഏറ്റവും സ്റ്റേബിൾ ഫോമിലുള്ള എനർജിയാണ് നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ആയിട്ട് നമ്മൾ പറയുന്നത്. എന്നാൽ നമ്മൾ വരയ്ക്കുന്ന ഈ കനോണിക്കൽ ഫോംസിന്റെ എനർജി എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു മോളിക്യൂൾ ഉണ്ട് എങ്കിൽ അതിന്റെ എനർജി ഒരിക്കലും അതിന്റെ യഥാർത്ഥ മോളിക്യൂളിന്റെ യഥാർത്ഥ എനർജി ഉണ്ടല്ലോ, ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ആവില്ല. അതിനേക്കാളും കുറച്ച് അധികം ഉണ്ടാവും. കാരണം ഇതല്ല അതിന്റെ യഥാർത്ഥ സ്ട്രക്ചർ എന്ന് പറയുന്നത്. യഥാർത്ഥ സ്ട്രക്ചർ എന്ന് പറയുന്നത് അതിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള മോളിക്യൂളിന്റെ അതേ സ്ട്രക്ചറാണ് എന്നാണ് മീനിങ്. അതായത് അതിനാണ് ഏറ്റവും ലോവസ്റ്റ് എനർജി എന്ന് പറയാം. അപ്പൊ നമ്മൾ വരയ്ക്കുന്ന സ്ട്രക്ചർ യഥാർത്ഥ സ്ട്രക്ചർ അല്ലാത്തത് കൊണ്ട് അതിന് യഥാർത്ഥ സ്ട്രക്ചറിന്റെ എനർജിയെക്കാളും കുറച്ച് കൂടുതൽ എനർജി കാണും ഉറപ്പായിട്ടും. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ വരയ്ക്കുന്ന സ്ട്രക്ചറിന്റെ എനർജിയും യഥാർത്ഥത്തിൽ ആ മോളിക്യൂളിനുള്ള എനർജിയും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും. ആ വ്യത്യാസത്തെയാണ് നമ്മൾ റെസണൻസ് എനർജി എന്ന് പറയുന്നത്, or resonance stabilization energy എന്ന് പറയുന്നത്. So what is the resonance stabilization energy? It is the difference in energy. It is the difference in energy between the actual structure and the lowest energy resonance structure. Lowest energy resonance structure എന്ന് പറഞ്ഞാൽ നമ്മൾ വരച്ച സ്ട്രക്ചറിൽ ഏറ്റവും കുറവുള്ള സ്ട്രക്ചർ എന്നാണ്, എനർജിയുള്ള സ്ട്രക്ചർ എന്നാണ്. അത് അതിന്റെ യഥാർത്ഥ സ്ട്രക്ചർ അല്ലാത്തത് കൊണ്ട് തന്നെ യഥാർത്ഥ സ്ട്രക്ചറിന്റെ എനർജിയെക്കാളും കുറച്ചും കൂടി എനർജി നമ്മൾ വരച്ച സ്ട്രക്ചറിനുണ്ടായിരിക്കും. So that difference is known as resonance stabilization energy, RSE or resonance energy. Don't forget these terms. കാരണം ഈ ടേംസിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. മനസ്സിലായില്ലേ? ഏറ്റവും ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇഫ് യു ക്യാൻ ഡ്രോ എ നമ്പർ ഓഫ് സ്ട്രക്ചേഴ്സ്, രണ്ട് സ്ട്രക്ചർ മാത്രമല്ല, നിങ്ങൾക്ക് കുറേ സ്ട്രക്ചേഴ്സ് വരയ്ക്കാൻ വേണ്ടി, the more the number of important contributing structures, the more is the resonance energy. Okay, the more the number of important contributing structures, the more is the resonance energy. Right, resonance is particularly important when the contributing structures are equivalent in energy. Contributing structures in the energy equivalent ആണെങ്കിലാണ് ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതേ ഉള്ളൂ. വാട്ട് ഈസ് റെസണൻസ് എനർജി? ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി എനർജി, ലോവസ്റ്റ് എനർജി ഓഫ് ദി റെസണൻസ് സ്ട്രക്ചേഴ്സ് ആൻഡ് ദ ആക്ച്വൽ സ്ട്രക്ചർ. ആക്ച്വൽ സ്ട്രക്ചറും റെസണൻസ് സ്ട്രക്ചേഴ്സും തമ്മിലുള്ള എനർജിയിലെ ഡിഫറൻസിനെയാണ് നമ്മൾ റെസണൻസ് എനർജി എന്ന് പറയുന്നത്. നമ്മൾ റെസണൻസ് സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന രണ്ട് പോയിന്റ്സ് ഉണ്ട്. Okay, one is the positions of the nuclei are same. നമ്മൾ ആ സ്ട്രക്ചേഴ്സിന്റെ എല്ലാം ന്യൂക്ലിയസുകളുടെ അതിലെ കുറെ ആറ്റങ്ങൾ കാണും, സെൻട്രൽ ആറ്റംസ്. അതിന്റെ പൊസിഷൻസ്, ന്യൂക്ലിയസിന്റെ പൊസിഷൻസ് മാറ്റാൻ പാടില്ല. So the positions of nuclei are same. And another one is the same number of unpaired electrons. Unpaired electrons ഉണ്ടെങ്കിൽ unpaired electronsന്റെ എണ്ണം നമ്മൾ മാറ്റാൻ പാടില്ല. We have to keep these in mind while writing the resonance structures. Resonance structures വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. അതിന്റെ പൊസിഷൻസ് മാറ്റാൻ പാടില്ല, ബോണ്ടുകൾ മാത്രമേ മാറുന്നുള്ളൂ, ബാക്കിയെല്ലാം സെയിം ആണ് എന്ന് ഓർത്താൽ മതി. നമ്മൾ ബെൻസിന്റെ സ്ട്രക്ചർ കണ്ടപ്പോൾ നമ്മൾ അത് തന്നെയാണ് കണ്ടത്. ഓക്കെ, that having the same positions of carbon nuclei and that having the same number of unpaired electrons. അവിടെ അങ്ങനെ പ്രത്യേകിച്ച് പറയാനില്ലാത്തതുകൊണ്ട് നമുക്കത് എടുത്ത് കാണിക്കാൻ പറ്റില്ല എന്ന് മാത്രം. മറ്റ് എക്സാമ്പിൾസിൽ നമുക്കത് കാണുകയും ചെയ്യും. Okay, among the resonance structures, the one which has more number of covalent bonds, all the atoms with the octet of electrons,
less separation of opposite charges, okay, and more dispersal of charge are more stable than others. ഈ പോയിന്റുകൾ നമ്മളൊന്ന് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക. എന്താണ്? റെസൊണൻസ് സ്ട്രക്ചേഴ്സിൽ ദ വൺ വിച്ച് ഹാസ് മോർ നമ്പർ ഓഫ് കൊവാലന്റ് ബോണ്ട്സ്, ഏതിനാണോ നമ്മൾ വരച്ച സ്ട്രക്ചറിൽ ഏതിനാണോ കൂടുതൽ എണ്ണം കൊവാലന്റ് ബോണ്ടുകൾ ഉണ്ട്, ദ വൺ വിച്ച് ഹാസ് മോർ നമ്പർ ഓഫ് കൊവാലന്റ് ബോണ്ട്സ്. ഓക്കെ, ഓൾ ദ ആറ്റംസ് വിത്ത് ഓക്ടറ്റ് ഓഫ് ഇലക്ട്രോൺസ്, 8 ഇലക്ട്രോൺസ് ഉള്ളത്, എക്സെപ്റ്റ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ നിങ്ങൾ ശ്രദ്ധിക്കണം, അത് ഡ്യൂപ്ലറ്റ് ആയിരിക്കും നമുക്കറിയാം. Okay, all the atoms with the octet of electrons. Then less separation of opposite charges. Opposite charges ഉണ്ടെങ്കിൽ അതിന്റെ കുറഞ്ഞ separation, less separation of opposite charges. Okay, a negative charge, if any, on more electronegative atoms, naturally. A positive charge, if any, a more electropositive atom. ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ അത് ഇലക്ട്രോനെഗറ്റീവ് ആയിരിക്കും, ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ അത് ഇലക്ട്രോപോസിറ്റീവ് ആയിരിക്കും. But less separation of these opposite charges and more dispersal of charge. ഈ ചാർജ് എത്രമാത്രം ഡിസ്പേഴ്സ് ചെയ്തിരിക്കുന്നു എന്നുള്ളത്. ഓക്കെ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇത് മോർ സ്റ്റേബിൾ ആയിരിക്കുമെന്ന് ഓർത്തിരിക്കും. ഓക്കെ, അപ്പൊ 2-3 പോയിന്റ്സ് നമ്മൾ റെസൊണൻസിനെ കുറിച്ച് പറഞ്ഞു, അത് നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കുക. നെക്സ്റ്റ് ഈസ് റെസൊണൻസ് ഇഫക്റ്റ്. വാട്ട് ഈസ് റെസൊണൻസ് ഇഫക്റ്റ്? നമ്മൾ റെസൊണൻസ് സ്ട്രക്ചേഴ്സ് എന്താണെന്ന് പറഞ്ഞു, റെസൊണൻസ് എന്താണെന്ന് പറഞ്ഞു. ഇതിൽ നിന്നുള്ള ഇലക്ട്രോൺ മൂവ്മെന്റിനെ കുറിച്ചാണ്, ഇഫക്ട് ഓഫ് ഇലക്ട്രോൺ മൂവ്മെന്റ് ഇൻ കോവാലന്റ് ബോണ്ട്സ് ആണ് നമ്മൾ റെസൊണൻസ് ഇഫക്റ്റ് ആയിട്ട് പറയുന്നത്. ഇൻഡക്റ്റീവ് ഇഫക്റ്റ് നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ഒരു മൂവ്മെന്റ് ഇഫക്റ്റ് ആണ് റെസൊണൻസ് ഇഫക്റ്റ്. What is resonance effect? It is the polarity produced in the molecule by the interaction of 2 pi bonds or between a pi bond and a lone pair of electrons present in the adjacent atom. That is known as resonance effect. So I repeat, what is resonance effect? Resonance effect is defined as the polarity produced in the molecule. Molecule ഉണ്ടാക്കപ്പെടുന്ന polarity, പോസിറ്റീവ് നെഗറ്റീവ് ചാർജസ് കൊണ്ടുണ്ടാവുന്ന polarity. എങ്ങനെ? ബൈ ദ ഇന്ററാക്ഷൻ ഓഫ് 2 പൈ ബോണ്ട്സ്, 2 പൈ ബോണ്ടുകൾ ഇന്ററാക്ട് ചെയ്തതിന്റെ ഫലമായിട്ട്, അല്ലെങ്കിൽ ബിറ്റ്വീൻ എ പൈ ബോണ്ട് ആൻഡ് എ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ പ്രസന്റ് ഓൺ ആൻ അഡ്ജസന്റ് ആറ്റം. ഒരു പൈ ബോണ്ടും ആ പൈ ബോണ്ടിനോട് അടുത്തിരിക്കുന്ന ഒരു ആറ്റത്തിലെ ഇലക്ട്രോണുകളും, ലോൺ പെയർ ഇലക്ട്രോണുകളും, അങ്ങനെ ഉണ്ടാകുന്നതിന്റെ ഫലമായി ആ മോളിക്യൂളിൽ ഉണ്ടാകുന്ന പൊളാരിറ്റിയാണ് നമ്മൾ റെസൊണൻസ് ഇഫക്റ്റ് ആയിട്ട് പറയുന്നത്. ഇറ്റ് ഈസ് ദ പൊളാരിറ്റി പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഇന്ററാക്ഷൻ ഓഫ് 2 pi bonds or a pi bond and a lone pair on the adjacent atom. Simple. Normally, these effects are transmitted through the chains. ഇത്തരം ഇഫക്റ്റുകൾ ഒരു ചെയിനിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിന് റെസൊണൻസ് ഇഫക്റ്റ് ഉണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സിംഗിൾ മോളിക്യൂൾ, ആ മോളിക്യൂളിൽ ഒരു പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടാകുന്ന രൂപത്തിലല്ല, ഇറ്റ് ക്യാൻ ട്രാൻസ്മിറ്റ് ത്രൂ എ ചെയിൻ ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് ദ റെസൊണൻസ് ഇഫക്റ്റ്. ഓക്കെ, ആൻഡ് ദർ ആർ 2 types of resonance effects. 2 തരം റെസൊണൻസ് ഇഫക്ട്സ് ഉണ്ട്. That is plus R effect or minus R effect. R is resonance. Okay, it is also known as mesomeric effect. ഇതിനെ നമ്മൾ mesomeric effect എന്നും പറയും. Mesomeric or plus R or plus M, minus R or minus M. അങ്ങനെ നമ്മൾ പറയാറുണ്ട്. Let us see what is plus R effect or positive resonance effect. എന്താണ് positive resonance effect നോക്കാം. Okay, positive resonance effect. So there must be a flow of or transmission of electrons in the ring or in a chain. ഒരു ചെയിനിൽ അല്ലെങ്കിൽ റിംഗിൽ ഈ ചാർജ് ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. Okay, and in this effect, the transfer of this electron is away from an atom. It is away from an atom or the group, substituent group attached to the conjugated system. അപ്പോൾ ഈ ഇഫക്റ്റ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ ആവശ്യമായ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് there should be some conjugation. അവിടെ കുറച്ച് കോൺജുഗേഷൻ ആവശ്യമാണ്. വാട്ട് ഈസ് കോൺജുഗേഷൻ? അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. എന്താണ്? ആൾട്ടർനേറ്റ് സിംഗിൾ ഡബിൾ ബോണ്ട്സിനെയാണ് നമ്മൾ കോൺജുഗേഷൻ എന്ന് പറയുന്നത്. Alternate single double bonds. That system is known as conjugated system. The presence of alternate single and double bond in an open chain or cyclic system is known as conjugate system. ഒന്നിടവിട്ട് ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്സ്, ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്സ്, അങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ കോൺജുഗേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് 1,3-butadiene. എങ്ങനെയാ 1,3-butadiene എഴുതുക? നമ്മൾ സ്ട്രക്ചർ പഠിച്ചതാണ്. 1ഉം 3ഉം പൊസിഷൻസിൽ ഡബിൾ ബോണ്ട്സ് ഉള്ള ബ്യൂട്ടീൻ ആണ്, ബ്യൂട്ടാഡയീൻ ആണ്. അപ്പൊ ഡബിൾ ബോണ്ട്സ് ഉണ്ടാകുമ്പോൾ ബ്യൂട്ടീൻ, അത് ഡയീൻ ആണ്, 2 ഈൻ ഉണ്ട്, അതുകൊണ്ട് ഡയീൻ ആണ്. അപ്പൊ 1,3-butadiene. എന്താ പറയുക ഫോർമുല? CH2 CH CH CH, CH2 ഡബിൾ ബോണ്ട് CH, CH ഡബിൾ ബോണ്ട് CH, ബ്യൂട്ടാഡയീൻ, 1,3-butadiene. അപ്പൊ ഇതിൽ ആൾട്ടർനേറ്റ് സിംഗിൾ ഡബിൾ ബോണ്ട്സ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. മനസ്സിലായി? അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലസ് ആർ ഇഫക്റ്റിൽ ഇറ്റ് ഈസ് അവേ ഫ്രം ദ ആറ്റം. എവിടെയെന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടെ നിന്ന് ദൂരേക്കാണ് ഇലക്ട്രോൺ ഡെൻസിറ്റി പോകുന്നത്. ദ ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ away from an atom or substituent group attached to the conjugate system. An example is for aniline.
Anilin. Benzene ring NH2 ഉള്ളതാണ് anilin എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അനിലിന്റെ കേസ് നിങ്ങൾ ശ്രദ്ധിക്കുക. വേറെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഈസ് ദർ ഓൺ നൈട്രജൻ ആറ്റം. നൈട്രജൻ ആറ്റത്തിന് മുകളിൽ ഒരു ലോൺ പെയർ ഇലക്ട്രോൺ ഇരിക്കുന്നത് കാണാം. ഓക്കെ, ഈ ഇലക്ട്രോൺ ദിസ് ക്യാൻ മൂവ് ടു ദ നൈബറിംഗ് സിഗ്മ ബോണ്ട്. ഇതിനെ നമുക്ക് നൈബറിംഗ് സിഗ്മ ബോണ്ടിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നൈബറിംഗ് സിഗ്മ ബോണ്ടിലേക്ക് മൂവ് ചെയ്യുമ്പോൾ റിംഗിലുള്ള ആ 5 ഇലക്ട്രോൺ അടുത്ത അഡ്ജസന്റ് കാർബൺ ആറ്റത്തിലേക്ക് മൂവ് ചെയ്യും. ഹിയർ യു ക്യാൻ സീ ദ മൂവ്മെന്റ്, ദ ട്രാൻസ്ഫർ ഓർ ട്രാൻസിഷൻ ഓഫ് എ ലോൺ പെയർ ടു ദ അഡ്ജസന്റ് ആറ്റം. അത് നമ്മൾ പറഞ്ഞു, നമ്മുടെ ഡെഫിനിഷനിൽ നമ്മൾ പറഞ്ഞതല്ലേ, എ ലോൺ പെയർ ടു ദി അഡ്ജസന്റ് ആറ്റം. And that particular process then transmits along the ring by providing certain negative charges on the corresponding positions. Negative charges ഓരോ പൊസിഷൻസിലും കൊടുത്തുകൊണ്ട് ഇത് ആ റിംഗിലൂടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. Okay, so this particular molecule acquires certain positive charge on the nitrogen atom and certain negative charges on these corresponding carbon atoms in the ring. So polarity is produced, and this polarity is produced as a result of the electron displacement along the ring from a lone pair to the adjacent sigma bond. ഒരു ലോൺ പെയർ അതിന്റെ അഡ്ജസന്റ് സിഗ്മ ബോണ്ടിലേക്ക് അല്ലെങ്കിൽ അഡ്ജസന്റ് പൊസിഷനിലേക്ക് മാറുന്നതിന്റെ ഫലമായിട്ടാണ്. സിമിലർലി ഫ്രം എ പൈ ബോണ്ട് ടു ദി അഡ്ജസന്റ് കാർബൺ. ഓക്കെ, സോ ഹിയർ ദ transfer of that electron is away from nitrogen atom. Transfer of that electron pair is away from nitrogen atom. That is why it is plus R effect. അപ്പോൾ ഇത്രയും ആലോചിച്ചാൽ മതി, ഏതിൽ നിന്നാണോ ഇലക്ട്രോൺ പോകുന്നത് അവിടെ പോസിറ്റീവ് ചാർജ് വന്നിട്ടുണ്ട് എന്നുള്ളതെന്ന് ഓർത്താണ്. ഓക്കെ, സോ ദ ഇഫക്റ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ ദ ചെയിൻ. Effect is transmitted through the chain. This electron displacement makes certain positions in the molecule of high electron densities, and these high electron densities acquire negative charges. Okay, and this is what is shown in the case of aniline. Okay, ഇത് നമുക്ക് മറ്റുള്ള മോളിക്യൂൾസും ഇതേപോലെ ലോൺ പെയർസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. ലൈക്ക് ഹാലജൻസ്, OH, OR, OCOR, NH2, NHR, NR2, NHCOR, ഇതിലൊക്കെ നമുക്ക് ലോൺ പെയർസ് കാണാം കേട്ടോ, ലോൺ പെയർസ് കാണാം. അപ്പൊ ഒന്ന് സൂക്ഷിക്കണം. Another one is negative resonance effect. Negative resonance effect, minus R effect. അല്ലെങ്കിൽ നമുക്ക് മൈനസ് M effect എന്നും പറയാം. Okay, this effect is observed when the transfer of electron is towards where? Towards the atom. നേരത്തെ away from the atom. It is towards the atom or the substituent group attached to the conjugate system. Or the substituent attached to the conjugate system. അപ്പൊ കോൺജുഗേറ്റ് സിസ്റ്റത്തിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആറ്റത്തിൽ നിന്നോ ഗ്രൂപ്പിൽ നിന്നോ അകന്നു പോകുന്നത് പ്ലസ് ആർ ഇഫക്റ്റും അതിലേക്ക് വരുന്നത് മൈനസ് ആർ ഇഫക്റ്റും. ദിസ് ഈസ് മൈനസ് ആർ ഇഫക്റ്റ് ബിക്കോസ് ഇറ്റ് ഈസ് ടുവേർഡ്സ് ദാറ്റ് ആറ്റം, ടുവേർഡ്സ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനാണ് നെഗറ്റീവ് ചാർജ് കിട്ടുക. അപ്പൊ നെഗറ്റീവ് ചാർജ് കിട്ടുമ്പോൾ അത് മൈനസ് ആർ അല്ലെങ്കിൽ മൈനസ് എം ഇഫക്റ്റ് ആയിട്ട് വിചാരിച്ചാൽ മതി. ഫോർ എക്സാമ്പിൾ, ഇൻ ദ കേസ് ഓഫ് നൈട്രോബെൻസീൻ, ഇറ്റ് ഈസ് ഷോൺ ഇൻ ദിസ് പിക്ചർ. Nitrobenzene, you see the electron displacement where you can see oxygen, double bonded oxygen in the first picture. The pi electron on that oxygen move towards to the oxygen side. Oxygen is more electronegative, so it can attract that pair of electrons. Similarly, that electron move towards that oxygen, so normally that oxygen gets more number of electrons, so it acquires a negative charge. It is negative. Okay, so at that time the pi electron in the ring move towards nitrogen because nitrogen acquire positive. By shifting an electron pair from the bond to the oxygen, oxygen acquire negative charge and nitrogen acquire positive charge. So at that time the pi electron from the ring move towards that bond between nitrogen and carbon. So that bond become double bond, but a positive charge is generated on the carbon side, carbon in the ring. That movement is transmitted through the ring, throughout the ring, you can see. And the positions of these positive charges, that is less electron density, move in the alternate positions of the carbon atoms in the ring. Okay, and we will get 4 structures, and these 4 structures are resonance structures. These 4 structures are resonance structures. And all these 4 structures, you can see negative charges. Out of these 4, 3 of these structures having negative charges on the oxygen atom. And positive charges, 3 positive charges on the ring carbon. It is polar. These molecules are polar. So here the polarity is produced by the movement of a pi electron to the adjacent atom. So this definition is correct for resonance effect. That is why it is a resonance effect. Where the electron movement is towards the atom, that is why it is minus R effect, because that atom get negative charge. So here are some examples for plus R and minus R effect. In the case of minus R effect,
COH is an example, CHO is an example, CO is an example, CN and NO2 are other examples. Here, you can see these examples having double bonded portion. These having double bonded portion. Double bonds ഉള്ള portions ഉണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ് ഇത് മൈനസ് ഐ ഇഫക്റ്റ് കണ്ട പോലെ, മൈനസ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് കണ്ട പോലെ ഏതാണ്ട് അതേ എക്സാമ്പിൾസ് ആണ് ഇതിൽ. COH ഡബിൾ ബോണ്ട് ഉണ്ട്, CHO ഡബിൾ ബോണ്ട് ഉണ്ട്, CO ഡബിൾ ബോണ്ട് ഉണ്ട്, CN ട്രിപ്പിൾ ബോണ്ട് N ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരം എക്സാമ്പിൾസിൽ ഇലക്ട്രോൺസ് ഹാവ് എ ടെൻഡൻസി ടു മൂവ് ടുവേർഡ് ദാറ്റ് ഇലക്ട്രോനെഗറ്റീവ് ആറ്റം പ്രസന്റ് ഇൻ ദാറ്റ് ഡബിൾ ബോണ്ട്. ആ ഡബിൾ ബോണ്ട് പ്രസന്റ് ആയ ഇലക്ട്രോനെഗറ്റീവ് ആറ്റത്തിന്റെ സൈഡിലേക്കാണ് ഇലക്ട്രോൺ മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കുക. ഓക്കെ, സോ ദാറ്റ് acquire negative charge, that is minus R effect. So the presence of alternate single and double bonds in an open chain or cyclic system is termed as conjugate system, and this conjugate system often show certain abnormal behaviors. ഇത്തരം conjugate systems നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല, റെസൊണൻസ് പോലത്തെ ചില പ്രത്യേക സ്വഭാവങ്ങൾ അവ കാണിക്കാറുണ്ട്. Okay, in such systems the pi electrons are delocalized. ഇതിലുള്ള ഈ പൈ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ആൾട്ടർനേറ്റ് സിംഗിൾ ഡബിൾ ബോണ്ട്സ് എന്ന് പറയുന്നത് ആ പൈ ഇലക്ട്രോൺസ് ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു കാർബണിലുള്ള പൈ ഇലക്ട്രോൺ ആക്ച്വലി അതിന്റെ തൊട്ടടുത്ത കാർബണിലേക്ക്, ഓക്കെ, ഇപ്പോൾ C1 C2 C3 C4 നമ്മൾ 1,3 ഡൈൻ എന്ന് പറയുന്നത് അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ C1 C2 ഡബിൾ ബോണ്ട് ആയിരിക്കും. പക്ഷേ ഈ C1 C2 പൈ ബോണ്ട് എങ്ങോട്ട് പോകുന്നില്ലെന്ന് വിചാരിക്കും, C3 C4ലേക്ക് പോകുന്നില്ലെന്ന് നമ്മൾ വിചാരിക്കാം. ഇറ്റ് ഈസ് നോട്ട് ട്രൂ. ഇൻ സച്ച് കേസസ് ദ പൈ ഇലക്ട്രോൺസ് ആർ ഡീലോക്കലൈസ്ഡ്. പൈ ഇലക്ട്രോൺസ് ആർ ഡീലോക്കലൈസ്ഡ്. അവയ്ക്ക് പ്രത്യേകിച്ച് സ്ഥാനമൊന്നുമില്ല, അവ ആ മോളിക്യൂൾ എവിടെയും നടന്നുകൊണ്ടിരിക്കുന്ന അർത്ഥം. ഹെൻസ് ഇറ്റ് ക്യാൻ ഡെവലപ്പ് സർട്ടൺ പൊളാരിറ്റി. അതുകൊണ്ട് തന്നെ അവയ്ക്ക് ആ സിസ്റ്റത്തിൽ ഒരു പൊളാരിറ്റി ജനറേറ്റ് ചെയ്യാൻ കഴിയും. And the next effect, that is electromeric effect. Electromeric effect, electron displacement effect in covalent bond. Electromeric electron displacement effect in covalent bond is known as electromeric effect. But it is a temporary effect. Electromeric effect ഒരു temporary effect ആണ്. Okay, അത് താൽക്കാലികമായ ഒരു ഇഫക്റ്റ് ആണ്. ഇറ്റ് ഈസ് ഓൺലി ഇൻ ദ പ്രസൻസ് ഓഫ് ആൻ അറ്റാക്കിംഗ് റിയേജന്റ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു പട്ടി വരികയാണ്, നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന വഴിക്ക് ഒരു പട്ടി വരികയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ടെമ്പററി ഇഫക്റ്റ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അത്ര പട്ടി പോയി കഴിഞ്ഞാൽ ആ ഇഫക്റ്റ് പോവുകയും ചെയ്യും. സോ ദ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഹാവിംഗ് മൾട്ടിപ്പിൾ ബോണ്ട്സ്, ഡബിൾ ബോണ്ട് ഓർ ട്രിപ്പിൾ ബോണ്ട്, ഷോ ദിസ് ഇഫക്റ്റ്. ഡബിൾ ബോണ്ട്സോ ട്രിപ്പിൾ ബോണ്ട്സോ ഉള്ള ഓർഗാനിക് കോമ്പൗണ്ട്സിലാണ് ഈ ഇഫക്റ്റ് നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത്. ആൻഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ആൻ അറ്റാക്കിംഗ് റിയേജന്റ് ഓൺലി. ഒരു അറ്റാക്കിംഗ് റിയേജന്റിന്റെ സാന്നിധ്യത്തിലാണ് അത് കാണുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് വാട്ട്? എന്താണ് ഇത്? ഇറ്റ് ഈസ് എ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് എ ഷെയർഡ് പെയർ ഓഫ് പൈ ഇലക്ട്രോൺ to one of the atoms joined by the double bond or triple bond, that is multiple bond or the demand of an attacking reagent. ഇലക്ട്രോമെറിക് ഇഫക്റ്റ് എന്ന് പറയുന്നത് ഒരു താൽക്കാലിക പ്രതിഭാസമാണെങ്കിലും ഇത് ഇലക്ട്രോൺ ഡെൻസിറ്റിയുടെ പൂർണ്ണമായ ട്രാൻസ്ഫർ ആണ്. ദാറ്റ് ഈസ് എ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് എ ഷെയർഡ് പെയർ ഓഫ് പൈ ഇലക്ട്രോൺ. ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ വേണമെന്ന് നേരത്തെ പറഞ്ഞു. അങ്ങനെ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉള്ള മോളിക്യൂൾസിൽ ഈ ഇലക്ട്രോൺ പെയർ, ഷെയർഡ് പെയർ ഓഫ് പൈ ഇലക്ട്രോൺ, ഇതിലെ ഏതെങ്കിലും ഒരു ആറ്റത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. എപ്പോ? ഓൺലി ഓൺ ദ ഡിമാൻഡ് ഓഫ് ആൻ അറ്റാക്കിംഗ് റിയേജന്റ് ഓർ വെൻ ആൻ അറ്റാക്കിംഗ് റിയേജന്റ് അപ്രോച്ചസ് ഇറ്റ്. ഏതെങ്കിലും ഒരു അറ്റാക്കിംഗ് റിയേജന്റ് ഇതുമായി റിയാക്ട് ചെയ്യാൻ വരുന്നുണ്ട് എങ്കിൽ ഈ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടിലോ ഉള്ള പൈ ഇലക്ട്രോൺസ് അതിന്റെ തൊട്ടടുത്ത ഒരു ആറ്റത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ ചെയ്യുന്ന ആ ഇഫക്റ്റിനെയാണ് നമ്മൾ ഇലക്ട്രോമെറിക് ഇഫക്റ്റ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതും രണ്ട് തരമുണ്ട്. നമ്മൾ എല്ലാത്തിലും രണ്ട് തരം കാണുന്നുണ്ട്. പ്ലസ് ഐ ഇഫക്റ്റ്, മൈനസ് ഐ ഇഫക്റ്റ്, പ്ലസ് ആർ ഇഫക്റ്റ്, മൈനസ് ആർ ഇഫക്റ്റ്, അല്ലെങ്കിൽ പ്ലസ് എം ഇഫക്റ്റ്, മൈനസ് എം ഇഫക്റ്റ്. അതുപോലെ തന്നെ ഇലക്ട്രോമെറിക് ഇഫക്റ്റ് രണ്ട് തരം, പ്ലസ് ഇ ഇഫക്റ്റും മൈനസ് ഇ ഇഫക്റ്റ്. പോസിറ്റീവ് ഇലക്ട്രോമെറിക് ഇഫക്റ്റ്, ദാറ്റ് ഈസ് പ്ലസ് ഇ ഇഫക്റ്റ്. ഓക്കെ, so let us see what is positive electromeric effect. In this effect, the pi electrons of the multiple bonds are transferred. ഇതൊക്കെ നേരത്തെ നമ്മൾ കണ്ടു, ഡെഫിനിഷനിൽ നമ്മൾ കണ്ടതാണ്. എന്ത്? In the electromeric effect, pi electrons transfer to the adjacent atom in the presence of an attacking reagent. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു? These pi electrons are transferred to that atom to which the reagent get attached. ഏത് ആറ്റത്തിലേക്കാണോ ഈ റിയേജന്റ് അറ്റാച്ച് ചെയ്യുന്നത് അതിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ വരുന്നതും ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആവുന്നതും ഒരേ ആറ്റത്തിലേക്കാണ് എന്ന് വിചാരിക്കാം. ദാറ്റ് ഈസ് പോസിറ്റീവ് ഇലക്ട്രോമെറിക് ഇഫക്റ്റ്. പോസിറ്റീവ് ഇലക്ട്രോമെറിക് ഇഫക്റ്റ്. വാട്ട് ഈസ് പോസിറ്റീവ് ഇലക്ട്രോമെറിക് ഇഫക്റ്റ്? The pi electrons of the multiple bonds are transferred to that atom to which the attacking reagent gets attached. Attacking reagent attach ചെയ്ത അതേ ആറ്റത്തിലേക്ക് തന്നെ ഇലക്ട്രോൺസ് പൈ ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യുന്നു എങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു? പ്ലസ് ഇ ഇഫക്റ്റ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ അതിനുള്ള എക്സാമ്പിൾ ആണ് കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ദ ട്രാൻസ്ഫർ ഈസ് റെപ്രസെന്റഡ് ബൈ ഇ.
and the shifting of the electron is shown by a curved arrow. ഇവിടെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യുന്നത് കർവ്ഡ് ആരോ, നമ്മൾ നേരത്തെ ഹാഫ് ഹെഡഡ് ബാർബഡ് ആരോ നമ്മൾ കണ്ടതാണ്, ഫിഷുക്ക് ആരോ. ഇത് ഫിഷുക്ക് ആവണമെന്നില്ല, ഇത് പകുതിയല്ല, ഫുൾ ആയിട്ട് ഹെഡ് വരും. കാരണം ആ ഇലക്ട്രോൺ കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഹെഡ് ഫുൾ ആയിട്ട് വേണം. ഹോമോളിറ്റിക് ആയിട്ട് ഒരു ഇലക്ട്രോൺ മാത്രമേ ട്രാൻസ്ഫർ ആകുന്നുള്ളൂവെങ്കിൽ ഒരു ഹെഡിന്റെ ഹാഫ് മതി, അതായത് ഹാഫ് ഹെഡ് എന്ന് പറയും. ഇവിടെ അത് കംപ്ലീറ്റ് ഹെഡ് ആണ്. പക്ഷേ എന്താണ്, കർവ്ഡ് ആരോ ആണ്, വളഞ്ഞ ആരോ മാർക്കാണ്, അമ്പടയാളമാണ്. ഓക്കെ, ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്നത് അറ്റാക്കിംഗ് റിയേജന്റ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സ്പീഷീസ് ആണ്. അപ്പൊ നിങ്ങൾ അതൊന്ന് ഓർത്തിരുന്നാൽ മതി. പ്ലസ് ഈ ഇഫക്റ്റിൽ അറ്റാക്കിംഗ് റിയേജന്റ് ഒരു പോസിറ്റീവ് സ്പീഷീസ് ആണ്. ഓക്കെ, അതൊരു കാറ്റയോൺ ആണ് അറ്റാക്കിംഗ് റിയേജന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിന് പ്ലസ് ഈ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഓർത്താണ്. റൈറ്റ്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് കിട്ടും, ഈ ഇലക്ട്രോൺ പോയ ആറ്റം ഉണ്ടല്ലോ, ആ ആറ്റത്തിന് പോസിറ്റീവ് ചാർജ് കിട്ടും. റൈറ്റ്. And the next effect is minus E effect, negative electromeric effect, negative electromeric effect or minus E effect. What is minus E effect? അപ്പോൾ നേരത്തെ പറഞ്ഞതിന് ഓപ്പോസിറ്റ് നമുക്ക് ഇനി പറയാൻ വിഷമമില്ല. എന്താണ്, പൈ ഇലക്ട്രോൺ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്, ഓൺ ദ ഡിമാൻഡ് ഓഫ് അറ്റാക്കിംഗ് റിയേജന്റ് ആണ്. പക്ഷെ ഇത് എങ്ങോട്ടാണുള്ളത്? ഹിയർ the multiple bonds are transferred to the atom to which attacking reagent does not get attached. Attacking reagent does not get attached. Attacking reagent attach ചെയ്യാത്ത, attacking reagent attack ചെയ്യാത്ത, the attacking reagent does not get attached. മനസ്സിലാവുണ്ടല്ലോ? നേരത്തെ എന്താണ് പറഞ്ഞത്? അറ്റാക്കിംഗ് റിയേജന്റ് ഗെറ്റ്സ് അറ്റാച്ച്ഡ് എന്നാണ് പറഞ്ഞത്. ഇവിടെ ഡസ് നോട്ട് ഗെറ്റ് അറ്റാച്ച്ഡ് എന്നാണ്. ഓക്കെ, അറ്റാച്ച് ചെയ്യാത്ത ആറ്റം ഏതോ അതിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ വരുന്ന അറ്റാക്കിംഗ് റിയേജന്റ് ഏതായിരിക്കും? വരുന്ന അറ്റാക്കിംഗ് റിയേജന്റ് ഈ അറ്റാക്കിംഗ് റിയേജന്റ് അറ്റാക്ക് ചെയ്യുന്ന അതേ ആറ്റത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന ഇലക്ട്രോൺസ് നെഗറ്റീവ് ചാർജ് ആണല്ലോ. വരുന്നത് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ അത് സാധിക്കില്ല. വരുന്നത് പോസിറ്റീവ് ചാർജ് ആണെങ്കിലേ സെയിം ആറ്റത്തിലേക്ക് പോകാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് അതിനെ നമ്മൾ പ്ലസ് ഈ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഇറ്റ് ഈസ് എവേ ഫ്രം ദ ആറ്റം ടു ആറ്റം ഓൺ വിച്ച് ഇറ്റ് ഗെറ്റ്സ് അറ്റാച്ച്ഡ് എന്ന് പറയുന്നത്. ഏത് ആറ്റത്തിലാണോ വന്ന് അറ്റാച്ച് ചെയ്യുന്നത് അതിൽ നിന്നും ഓപ്പോസിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എവേ ആയിട്ടുള്ള ഒരു ആറ്റത്തിലേക്കാണ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആവുന്നത്. ഓക്കെ, അപ്പൊ വരുന്നത് ഏതാ ചാർജ്? വരുന്നത് നെഗറ്റീവ് ചാർജ് ആയിരിക്കും. വരുന്നത് നെഗറ്റീവ് ചാർജ് ആയിരിക്കും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ വരുന്നത് ഒരു ന്യൂക്ലിയോഫൈൽ ആണ് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വരുന്നത് ഒരു ന്യൂക്ലിയോഫൈൽ ആണെന്ന് പ്രതീക്ഷിക്കാം. കാരണം അതിന് ന്യൂക്ലിയസ് ആണ് വേണ്ടത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഇലക്ട്രോൺ പെയർ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ ഈ അറ്റാക്ക് റിയേജന്റ് അറ്റാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആറ്റത്തിന് പോസിറ്റീവ് ചാർജ് കിട്ടും. അപ്പൊ മാത്രമേ ഈ ന്യൂക്ലിയോഫൈലിനെ അവിടെ അറ്റാക്ക് ചെയ്യാൻ പറ്റൂ. Okay, so here attacking reagent is a negatively charged species. On the other hand, in the case of plus E effect, where the attacking reagent is positively charged, okay, it is electron loving. It is an electrophile. So normally the position on which this particular electrophile that needs certain electrons. That is why that electrons are shifted towards that atom on which this attacking reagent gets attached. Okay. So when inductive and electromeric effects are operate in opposite directions, inductive effectum വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രോമെറിക് ഇഫക്റ്റും വരുന്നുണ്ട് എങ്കിൽ, അത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഏതിനാണ് നമ്മൾ പ്രിഫറൻസ് കൊടുക്കുക? അപ്പോൾ നമ്മൾ ഓർത്തിരിക്കുക, ഇലക്ട്രോമെറിക് ഇഫക്റ്റിനാണ് പ്രിഫറൻസ് വരുന്നത്. Okay, so when inductive and electromeric effects operate in opposite directions, electromeric effect predominates. Electromeric effect predominates. Don't forget that. And finally, we are going to see another type of electron displacement effect in covalent bond, that is hyperconjugation. It is known as hyperconjugation. Hyperconjugation is a type of stabilizing interaction. It is a type of stabilizing interaction. ഒരു interaction stabilize ചെയ്യുന്ന ഇഫക്റ്റ് ആണ്. ഇതൊരു stabilizing effect ആണ് എന്ന് പറയാം. വാക്ക് മാർഗം. Similarly, it is a permanent effect. ഇതൊരു പെർമനന്റ് ഇഫക്റ്റും കൂടിയാണ്. നേരത്തെ പറഞ്ഞ പോലത്തെ ടെമ്പററി ഇഫക്റ്റ് അല്ല. പെർമനന്റ് ഇഫക്റ്റുകളിൽ നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ഈസ് എ പെർമനന്റ് ഇഫക്റ്റ്, റെസൊണൻസ് ഇഫക്റ്റ് ഈസ് എ പെർമനന്റ് ഇഫക്റ്റ്. സിമിലർലി ഹൈപ്പർകോഞ്ചുഗേറ്റീവ് ഇഫക്റ്റ് ഈസ് ആൾസോ എ പെർമനന്റ് ഇഫക്റ്റ്. ഓക്കെ, ഇതൊരു സ്റ്റെബിലൈസിംഗ് ഇഫക്റ്റ് ആണ്. സ്റ്റെബിലൈസിംഗ് ഇഫക്റ്റ് ഈസ് എ സ്റ്റെബിലൈസിംഗ് ഇഫക്റ്റ്. സോ ദ ഇന്ററാക്ഷൻ ഈസ് ജനറലി സ്റ്റെബിലൈസിംഗ് ഇന്ററാക്ഷൻ. ലെറ്റ് us see what is hyperconjugative effect. Hyperconjugation involves delocalization of pi electrons. Hyperconjugation involves delocalization of pi electrons. Pi ഇലക്ട്രോൺസിന്റെ ഡീലോക്കലൈസേഷൻ ആണ് ഹൈപ്പർകോഞ്ചുഗേഷൻ എന്ന് പറയുന്നത്. ഹൈപ്പർകോഞ്ചുഗേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇൻവോൾവ്സ് ദ ഡീലോക്കലൈസേഷൻ ഓഫ് പൈ ഇലക്ട്രോൺസ്. എന്താണ് ഡീലോക്കലൈസേഷൻ എന്ന് പറഞ്ഞാൽ? നേരത്തെ ഞാൻ ബ്യൂട്ടാഡൈന്റെ കേസിൽ പറഞ്ഞു,
ഇലക്ട്രോൺസ് ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് തന്നെ നിൽക്കണമെന്നില്ല. അത് ആ മോളിക്യൂൾ ത്രൂ ഔട്ട് മൊബൈൽ ആയിട്ടിരിക്കാം. ഇപ്പൊ ബെൻസീൻ റിംഗ് ഒക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണ്. ആൾട്ടർനേറ്റ് സിംഗിൾ ഡബിൾ ബോൺസ് ഉണ്ട്. ഈ ആൾട്ടർനേറ്റ് ഡബിൾ ബോൺസിലുള്ള പൈ ഇലക്ട്രോൺസ് അത് അതാത് സ്ഥലത്ത് തന്നെയല്ല ഇരിക്കുന്നത്. ഇറ്റ് ക്യാൻ മൂവ് ത്രൂ ഔട്ട് ദ റിംഗ്. ഇറ്റ് ക്യാൻ മൂവ് അറൌണ്ട് ദ റിംഗ്. ദാറ്റ് ഇസ് വൈ ദേ ആർ മൊബൈൽ ഇൻ നേച്ചർ. ദാറ്റ് ഈസ് ഡീലോക്കലൈസേഷൻ. അതിനെയാണ് നമ്മൾ ഡീലോക്കലൈസേഷൻ പറയുന്നത്. ഹിയർ ദിസ് ഇൻവോൾവ്സ് ദ ഡീലോക്കലൈസേഷൻ ഓഫ് സിഗ്മ ഇലക്ട്രോൺസ്. പൈ ഇലക്ട്രോൺസിന്റെ കേസ് അല്ല നമ്മൾ പറയുന്നത്. ഡീലോക്കലൈസേഷൻ ഓഫ് സിഗ്മ ഇലക്ട്രോൺസ് of an alkyl group directly attached to an atom of unsaturated system or to an atom with unshared p orbital. Unshared p orbital. സംഭവം നമ്മൾ ഓർത്തിരിക്കേണ്ട രണ്ട് പോയിന്റ്സ് ഇതിലുള്ളത്. ഇറ്റ് ഈസ് എ ഡീലോക്കലൈസേഷൻ ഓഫ് സിഗ്മ ഇലക്ട്രോൺസ്. ഇതൊരു ഡീലോക്കലൈസേഷൻ ആണ്. ഏതിന്റെ ഡീലോക്കലൈസേഷൻ ആണ്? ഡീലോക്കലൈസേഷൻ ഓഫ് സിഗ്മ ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറയുന്നത്? ഒരു CH ബോണ്ട് എടുക്കാൻ നേരിട്ട് ഒരു CH ബോണ്ട്. ഈ CH ബോണ്ട് ഒരു ആൽക്കൈൽ ഗ്രൂപ്പിലെ CH ബോണ്ട് which is directly attached to an atom of unsaturated system. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ സംഭവം നമ്മൾ ഈ CH ബോണ്ട് എന്നുള്ളത് ഏതുമായിട്ടാണ് ഇപ്പൊ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. We have an example in which we represent the orbital diagram for the hyperconjugation in some alkyl, some propene. Here we have. You can see that the sigma electron or CH bond of alkyl group enter into the partial conjugation. That is shown in this case. You can see here, this is the sigma bond of that sigma CH. Here you can see the sigma CH bond, and which is adjacent to a pi, CC pi. Here, this is pi. Here it is pi, adjacent. And you can see this CH sigma that enter into the conjugation with the attached unsaturated system or with the unshared p orbital. ഇതിൽ ഷെയർ ചെയ്യാത്ത ഈ p ഓർബിറ്റലിലേക്ക് ഈ സിഗ്മ CH എൻ്റർ ചെയ്തു. സിഗ്മ CH ഷെയർ ചെയ്ത ഇലക്ട്രോൺ ആണുള്ളത്. സിഗ്മ CH എന്താണ് അവസ്ഥ? സിഗ്മ CH ഷെയർ ചെയ്ത ഇലക്ട്രോൺ ആണത്. അപ്പോ ഇവിടെ ഉണ്ടായിരുന്ന ആ ഇലക്ട്രോൺ എന്ത് ചെയ്തു? ഈ ഇതിലേക്ക് സിഗ്മയിലെ അൺഷെയർഡ് പിയിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെ എൻ്റർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ പറഞ്ഞ എന്ത് പറയുന്നത്? ഹൈപ്പർ കോഞ്ചുഗേഷൻ എന്ന് പറയുന്നത്. You can see that in these examples. Here you can see the sigma, CH sigma bond. Here is the CH sigma bond. This CH sigma bond enter into this one. This has broken, we can say. This transfer its electrons in this case. Here the bond, where this pi bond that move towards this CH2. So what happened? This acquires certain charges. Where are the charges? Here H as H plus, H as H plus, and this CH2 as minus, negative charge. Similarly, the second hydrogen here, one bond is there. This bond also can move like this one, or this third hydrogen can also move towards this one. The similar effect can be seen. Okay, so in this case, you can see three hyperconjugate effects. Here, three hyperconjugate effects. What are the three hyperconjugate effects in this case? Here, this is one. Here it is two, and this case it is three. So there are three hyperconjugate effects are possible in this particular case. ഈ കേസിൽ മൂന്ന് ഹൈപ്പർകോഞ്ചുഗേറ്റ് ഇഫക്ട്സ് പോസിബിൾ ആവും. മനസ്സിലായില്ലേ? എത്രമാത്രം ഹൈപ്പർകോഞ്ചുഗേറ്റ് ഇഫക്ട്സ് ഉണ്ടാവുമോ അത്രയും ഇത് സ്റ്റേബിൾ ആവും എന്നാണ് പറയാം. So this type of overlap stabilizes the carbocation because carbon density from adjacent sigma bond helps in dispersing the positive charge. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇഫക്റ്റ് ഇത് സ്റ്റെബിലൈസ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? എത്രമാത്രം ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യാൻ കഴിയുന്നുവോ ദിസ് ടൈപ്പ് ഓഫ് ഓവർലാപ്പ് സ്റ്റെബിലൈസസ് ദിസ്. ഇഫ് ഇറ്റ് ഈസ് എ പോസിറ്റീവ് ചാർജ്, പൈ ബോണ്ടിന് പകരം അതൊരു പോസിറ്റീവ് ചാർജുള്ള അൺഷെയർഡ് പി ഓർബിറ്റലായിട്ട് ഇരിക്കുകയായിരുന്നു എങ്കിൽ, വേക്കൻറ്റ് പി ഓർബിറ്റലായിട്ട് ഇരിക്കുകയായിരുന്നു എങ്കിൽ അതിനെ സ്റ്റെബിലൈസ് ചെയ്യിക്കാൻ ഇങ്ങനത്തെ ഇലക്ട്രോൺ മൂവ്മെന്റ്സ് ഇടവരുത്തും. എനിഹൗ വി ക്യാൻ സേ ഗ്രേറ്റർ ദ നമ്പർ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്സ് അറ്റാച്ച്ഡ് ടു എ പോസിറ്റീവ്ലി ചാർജ്ഡ് കാർബൺ ആറ്റം, കൂടുതൽ എണ്ണം ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഈ കാർബൺ ആറ്റത്തിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എങ്കിൽ the greater is the hyperconjugation effect. Hyperconjugation effect അത്രയും കൂടും. Okay, so greater the number of alkyl groups, greater is the hyperconjugation and stabilization of the cation. ഈ മൂന്ന് വാക്ക് ഓർക്കുക. Greater the number of alkyl groups attached to this charged carbon atom, greater is the hyperconjugation and stabilization of the cation. Hyperconjugation effect കൂടും, അപ്പോൾ കാറ്റയോണിന്റെ സ്റ്റെബിലൈസേഷനും കൂടും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
Okay, thus we have three types of carbocations. Tertiary carbocation is the first one is tertiary carbocation. In this case, here one R is that is tertiary carbocation. Okay, and the second one it is secondary carbocation. Third one is a primary carbocation. In this one, you can see the tertiary carbocation is more stable. Tertiary carbocation ആണ് കൂടുതൽ stable ആയിട്ടുള്ളത് than secondary than primary. And this can be explained with the help of this hyperconjugative effect. ഇത് നമുക്ക് ഈ hyperconjugative effect വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ സെക്കൻഡറി നോക്കൂ, ഇവിടെ ഇത് CH3 ആയിരുന്നെങ്കിൽ 3 ഇഫക്ട്സ് ക്യാൻ ബി സീൻ. ഈ കേസിൽ ഇത് CH3 ആണെങ്കിൽ അവിടെ 3 ഇഫക്റ്റ് അതേപടി അവിടെയും കാണാൻ കഴിയും, ഇല്ലേ? ഇത് ടേർഷറി ആണെങ്കിൽ ഓർത്ത് നോക്കൂ, സിമിലർ ഇഫക്ട് ഇവിടെ ഒരു CH3 കൂടി ഉണ്ടെങ്കിൽ അഗൈൻ 3 ടോട്ടൽ 9 കോൺജുഗേറ്റീവ് ഇഫക്ട്സ് ക്യാൻ ബി സീൻ. പക്ഷേ പ്രൈമറിയിൽ നോക്കൂ, അത് 3 മാത്രമേ ഉള്ളൂ. ഇനി അത് മീഥൈൽ എടുത്തു നോക്കിയാൽ അവിടെ അങ്ങനത്തെ ഇഫക്റ്റുകൾ തന്നെ ഇല്ല, കാരണം അവിടുത്തെ ഒരു ആൽക്കൈൽ പാർട്ട് അവിടെ ഇല്ല. സോ മീഥൈൽ ലെസ് സ്റ്റേബിൾ, tertiary most stable. Okay, so with the help of this hyperconjugative effect, we can explain the stability of this type of carbocations. ഇത്തരം കാർബോകാറ്റയോൺസിന്റെ സ്റ്റെബിലിറ്റിയെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇത് ഉപയോഗിക്കാവുന്നതാണ് ഹൈപ്പർകോൺജുഗേറ്റീവ് ഇഫക്റ്റ്. അതുകൊണ്ടാണ് ഇതൊരു സ്റ്റെബിലൈസിംഗ് ഇന്ററാക്ഷൻ ആണ് എന്ന് നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. ദിസ് ഈസ് എ സ്റ്റെബിലൈസിംഗ് ഇന്ററാക്ഷൻ. പക്ഷേ ഇതൊരു പെർമനന്റ് ഇന്ററാക്ഷൻ കൂടിയാണ്. ഹൈപ്പർകോൺജുഗേഷൻ ഈസ് എ പെർമനന്റ് ഇന്ററാക്ഷൻ. ഇതിൽ ടെമ്പററി ഇന്ററാക്ഷൻ ആയിട്ട് നമ്മൾ പറയുന്നത് ഇലക്ട്രോമെറിക് ഇഫക്റ്റ് മാത്രമേ ഉള്ളൂ എന്നുള്ളതും കൂടി ഒന്ന് ഓർത്തിരിക്കുക.